കോട്ടയം ഏറ്റുമാനൂരിൽ ട്രെയിൻ തട്ടി 3 പേർ മരിച്ചു. അമ്മയും മക്കളുമാണ് എന്നാണ് സംശയം. ഏറ്റുമാനൂർ പാറോലിക്കൽ റെയിൽവേ ഗേറ്റിന് സമീപത്താണ് അപകടം ഉണ്ടായത്. ആദ്യം ഒരു പ്രതികരണത്തിലേക്ക്. ഞങ്ങൾ 6 മണിയൊക്കെ ആയപ്പോഴാണ് എൻ്റെ മുകളിലായി ആ ഇടി നിൽക്കുന്ന എൻ്റെ വീട്. അതിൽ ഇറങ്ങി വന്നപ്പോഴത്തേനും ട്രെയിൻ വേണ്ടിയിട്ടിരിക്കുക, ലൈറ്റ് കണ്ട് കുറച്ച് കുടിസാരൊക്കെ വന്നപ്പോട്ട് വന്നു നോക്കിയപ്പോഴത്തേനും 2-3 കോടി കിടപ്പുണ്ട്. അവർ ഇങ്ങനെ പറഞ്ഞ് ഓരോരുത്തരെയൊക്കെ എന്നാൽ വണ്ടിയെല്ലാം ക്ലോസ് ആക്കി. അത് കഴിഞ്ഞതിന് ശേഷം അവർ ഫയർ പോലീസുകാർ വന്ന് ഇതെല്ലാം എടുത്ത് മാറ്റി കഴിഞ്ഞു. പിന്നെ ഇത് യാത്ര ചെയ്ത ആൾക്കാർ കുറവായത് എന്നുവെച്ചാൽ ഇത്ര അവിടെ നിന്ന് ആ ലൈറ്റില്ലേ അവിടെ വരെ വണ്ടി വരും. മാതാവ് വാരിച്ചാൽ ഹോസ്പിറ്റലിൻ്റെ അവിടെയാണ്. അവിടെ ഇവിടെ ഒന്നുള്ളതൊന്നുമില്ല. ഇന്ത്യക്കാരാണ് പുലിസാർ പറയുന്നത്. അത് മുഖത്തൊന്നും കാണാനൊന്നും പറ്റിയ മോഹെല്ലാം പോയി തല ഇവിടെയെല്ലാം കണ്ടിച്ച് പോയി. പിന്നെ ഒരു കൊച്ചിനെ മാത്രം ഇത് ആരെയെല്ലാം ഇടിച്ചിങ്ങനെ ആളെയൊന്നും അറിയാൻ പറ്റിയില്ല. അപകട സ്ഥലത്ത് നിന്ന് ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ടോബി, മരിച്ചവരെ ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടോ ടോബി? ടി കെ, പ്രാഥമികമായിട്ടുള്ള പരിശോധനയിൽ ഇവർ ഇതര സംസ്ഥാനക്കാരാണോ എന്നൊരു സംശയം പോലീസിനുണ്ട്. എന്തായാലും അത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അന്വേഷണം നടന്നു വരികയാണ്. ഇന്ന് രാവിലെയാണ് 5:30 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് കടന്നു പോയപ്പോഴാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുള്ള കാരണം ഈ നിലമ്പൂർ എക്സ്പ്രസിന്റെ ലോക്കോ പൈലറ്റ് തൊട്ടടുത്തുള്ള ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഈ വിവരം അറിയിച്ചതോടുകൂടിയാണ് ഈ സംഭവം പുറത്തറിയുന്നത്. ഉടൻ തന്നെ റെയിൽവേ ഗാർഡും അതുപോലെ തന്നെ മറ്റ് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും ഇവിടെ എത്തി പരിശോധന നടത്തിയപ്പോഴാണ് ഈ 3 മൃതദേഹങ്ങളും കണ്ടെടുത്തത്. ഒരു സ്ത്രീയുടെയും അതുപോലെ തന്നെ 2 കുട്ടികളുടെയും 15 വയസ്സും 10 വയസ്സുമുള്ള 2 പെൺകുട്ടികളുടെയും മൃതദേഹമാണ് ഇവിടെ നിന്നും കണ്ടെടുത്തിട്ടുള്ളത്. ഒരു ആത്മഹത്യയാണോ എന്നൊരു സംശയം പോലീസിനുണ്ട്. അതിനുള്ളൊരു കാരണം പാറോലിക്കൽ റെയിൽവേ ഗേറ്റ് ഏകദേശം ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറത്താണ്. ഈ സ്ഥലത്തേക്ക് വരണമെങ്കിൽ വഴികളൊന്നുമില്ല, ഒരു ആളൊഴിഞ്ഞ പ്രദേശമാണ്. അപ്പോൾ ഈ സ്ഥലത്തേക്ക് ഇവർ എത്തിയത് എന്തിനാണ്, ഈ പുലർച്ചെ എത്തിയത് എന്തിനാണെന്നൊരു സംശയം പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ആത്മഹത്യയാണോ എന്നൊരു സംശയമാണ് പോലീസിനുള്ളത്. എന്തായാലും ഇവരുടെ ഐഡന്റിറ്റി വ്യക്തമായതിനു ശേഷം മാത്രമേ ഇത് ആരാണ് അല്ലെങ്കിൽ എന്താണ് അവർക്ക് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കുകയുള്ളൂ. ഈ സംഭവം നടന്നതിന് പിന്നാലെ ഈ റൂട്ടിലുള്ള കോട്ടയം എറണാകുളം റൂട്ടിലുള്ള ട്രെയിൻ ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. തുടർന്ന് ഈ മൃതദേഹം ഇവിടെ നിന്നും പോലീസും ഫയർഫോഴ്സും എത്തി മാറ്റിയതിനു ശേഷമാണ് ഈ ഗതാഗതം പുനഃസ്ഥാപിച്ചത്. എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് ഏറ്റുമാനൂർ പോലീസ് ഇപ്പോൾ കടന്നിട്ടുണ്ട്. ടി കെ. ശരി, ടോബി ജോൺസൺ അപകട സ്ഥലത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.